वैद चंद्र जय गौर भक्त वृंदा जय जय श्री चैतन्य जय नित्यानंद जय द्वैत चंद्र जय गौर भक्त वृंदा जय जय श्री चैतन्य जय नित्यानंद जय द्वैत चंद्र जय गौर भक्त वृंदा। ओम ज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपा कदा मह्यं ददाति स्वपदान्तिकं। वन्देऽहं श्रीगुरों श्रीयुतपदकमलं श्रीगुरून् वैष्णवांश्च। श्रीरूपं साग्रजातं सहगणा रघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधा कृष्णपादान् सहगणा ललिता श्रीविशाखान्वितांश्च। हे कृष्णा करुणा सिन्धो दीनबन्धो जगत्पते गोपेशा गोपिका कान्दा राधा कान्दा नमोऽस्तुते। तप्तकाञ्चन गौराङ्गी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये। वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमो ॐ विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते भक्तिवेदान्त स्वामिनिति नामिने। नमस्ते सरस्वते देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशतारिणे। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्त वृंदा। हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे। हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे। हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे। मुखं करोति वाचालं पंगुं लङ्घयते गिरिं यत्कृपातमहं वन्दे श्रीगुरु दीनतारिणं परमानन्दमाधवं श्रीचैतन्यमीश्वरम्। ഹരേ കൃഷ്ണ. പ്രിയപ്പെട്ട ഭക്തർക്കും വിനീതമായ പ്രണാമം. ശ്രീ ചൈതന്യ ചരിതാമൃതം പ്രഥമ ആദിലീലയിലെ ശ്ലോകം 5ാമത്തെ ചാപ്റ്ററിലെ ശ്ലോകം 80 വരെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു. ഇനി മുന്നോട്ട് നോക്കാം. ശ്രീ നിത്യാനന്ദ പ്രഭുവിൻ്റെ മഹത്വത്തെക്കുറിച്ച് പറയുന്ന അധ്യായമാണ് നമ്മൾ പഠിക്കുന്നത്. സൃഷ്ടിയുമായി സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് ഇവിടെ പഠിക്കുന്നത്. നമ്മുടെ കോണ്ടെക്സ്റ്റ് അതായത് കാരണോദകസായ വിഷ്ണു, ക്ഷീരോദകസായ വിഷ്ണു, ഗർഭോദകസായ വിഷ്ണു, പുരുഷ അവതാരങ്ങളെക്കുറിച്ചുള്ള ചർച്ചയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 81ാമത്തെ ശ്ലോകം. സൃഷ്ടി ആദി നിമിത്തേയേ അംശേര അവധാന സേത അംശേര കഹി അവതാര നാമ. ഹരേ കൃഷ്ണ പ്രഭു. സൃഷ്ട്യാദി നിമിത്തേ അംശേര അവധാന സേത അംശേര കഹി അവതാര നാമ. വർദ്ധനം ബൈ ഹിസ് ഡിവൈൻ ഗ്രേസ് അവേ ചരണാരവിന്ദ ഭക്തി വേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് കി ജയ്. മഹാപുരുഷൻ എന്ന് അറിയപ്പെടുന്ന ഭഗവാന്റെ ആ അംശാവിഷ്കരണം സൃഷ്ടി സ്ഥിതി സംഹാരങ്ങൾക്കായി പ്രത്യക്ഷനാകുന്നു. അവിടുന്ന് അവതാരം എന്ന് വിളിക്കപ്പെടുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഭഗവാൻ പല രീതിയിൽ അവതരിക്കുന്നുണ്ട് അല്ലേ? മഹാപുരുഷ
ആരാണ് മഹാപുരുഷ? പറയൂ. കൃഷ്ണൻ, സംഘർഷണം. ഭഗവാൻ കൃഷ്ണൻ. കൃഷ്ണൻ ഇവിടെ എന്താ പറയുന്നത്? ഒന്ന് വായിക്കൂ വിവർത്തനം. വിവർത്തനം എന്താണ്? വായിക്കൂ. മഹാപുരുഷൻ കഴിക്കണം. വിവർത്തനം വായിക്കൂ. മഹാപുരുഷൻ എന്നറിയപ്പെടുന്ന ഭഗവാന്റെ ആ അംശാവിഷ്കരണം സൃഷ്ടി, സ്ഥിതി. മഹാപുരുഷൻ എന്ന് അറിയുന്ന ഭഗവാന്റെ അംശ ആവിഷ്കരണം. അപ്പൊ അതിന്റെ അർത്ഥം കൃഷ്ണന്റെ അംശത്തെ കുറിച്ചാണ് പറയുന്നത്, കൃഷ്ണനെ കുറിച്ചല്ല. കൃഷ്ണൻ പരമസത്യം. അദ്ദേഹം മഹാപുരുഷൻ ഇവിടെ ഉദ്ദേശിക്കുന്നത് മഹാവിഷ്ണുവിനെ, കാരണോദോസായ വിഷ്ണുവിനെയാണ്. കൃഷ്ണന്റെ അംശമാണ്. മഹാപുരുഷൻ എന്ന് വിളിക്കാൻ കാര്യം എന്താണ്? പുരുഷാവതാരങ്ങളിൽ വെച്ച് ഏറ്റവും ആദ്യത്തെ ഭഗവാന്റെ വിസ്തരണമാണ് കാരണോദോസായ വിഷ്ണു. അദ്ദേഹം അവതരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? സൃഷ്ടി, പരിപാലനം, സംഹാരം, ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ഒരു സൂപ്പർവിഷനിലാണ് എല്ലാം നടക്കുന്നത്. ആദ്യവതാര മഹാപുരുഷ ഭഗവാൻ സർവ അവതാര ബീജ സർവാശ്രയധാമ. ഹരേ കൃഷ്ണ പ്രഭുജി, പ്രണാമം. ആദ്യാവതാര മഹാപുരുഷ ഭഗവാൻ സർവ അവതാര ബീജ സർവാശ്രയധാമ. വിവർത്തനം ശ്രീലപ്രഭുപാദ കി ജയ്. ആ മഹാപുരുഷൻ പരമപുരുഷനായ ഭഗവാനിൽ നിന്ന് അനന്യനാണ്. അവിടുന്ന് മൂല അവതാരവും മറ്റുള്ളവരുടെ എല്ലാം ബീജവും എല്ലാറ്റിന്റെയും ആശ്രയവുമാണ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പൊ മഹാപുരുഷൻ എന്ന് പറയുന്നത് ഭഗവാൻ തന്നെയാണ്. ഭഗവാൻ കൃഷ്ണന്റെ വിസ്തരണമാണ്, അംശാവതാരമാണ്. നമ്മളിപ്പോഴും പറയാറുണ്ട് ഭഗവാന്റെ എല്ലാ അവതാരങ്ങളും വിഷ്ണു തത്വങ്ങളാണ് എന്നുള്ളത്. ആക്ച്വലി ആളൊക്കെ സെയിം ആണ്, തത്വത്തിൽ സെയിം ആണ്, എന്നാൽ ഭാവത്തിലും രസത്തിലും വ്യത്യാസം ഉണ്ടെന്ന് മാത്രം. അപ്പോൾ അദ്ദേഹം ഇവിടെ പുരുഷാവതാരങ്ങളിൽ വെച്ച് ഏറ്റവും ആദ്യത്തെ അവതാരമാണ്. അദ്ദേഹം ഭൗതിക സൃഷ്ടിയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നത് പിന്നീട് അദ്ദേഹത്തിൻ്റെ ഒരു സൂപ്പർവിഷനിലാണ്. ആ പുരുഷാവതാരം മഹാവിഷ്ണുവാണ് എല്ലാവരുടെയും ബീജം. നമ്മളിവിടെ ഇരിക്കുന്നു, നമ്മുടെയൊക്കെ പിതാവ് ആ മഹാവിഷ്ണുവാണ്. അതേപോലെ തന്നെ എല്ലാ ജീവജാലങ്ങളുടെയും പിതാവും എല്ലാ ജീവജാലങ്ങളുടെയും ആശ്രയവും മഹാവിഷ്ണുവാണ്. പറയുന്നു ശാസ്ത്രങ്ങളിൽ നമ്മൾ ഓരോരുത്തരും ഭഗവാന്റെ അംശമാണ് എന്ന് പറയുന്നുണ്ട്, അല്ലേ? അംശമാണ്, സംശയമില്ല. കൃഷ്ണന്റെ അംശമാണോ അതോ മഹാവിഷ്ണുവിന്റെ അംശമാണോ? എങ്ങനെയാണെങ്കിലും ഒന്ന് തന്നെയാണ്. കൃഷ്ണനും മഹാവിഷ്ണുവും ഒന്നായതുകൊണ്ട് നമ്മൾ കൃഷ്ണന്റെ അംശമാണെന്ന് പറയുന്നതും മഹാവിഷ്ണുവിന്റെ അംശമാണെന്ന് പറയുന്നതിനും വ്യത്യാസമില്ല. എന്നാൽ സ്പെസിഫിക്കലി എടുത്ത് പറയുമ്പോൾ നമ്മൾ ജീവതത്വങ്ങളായതുകൊണ്ട്, അതും ഭൗതിക ലോകത്തിൽ നമ്മൾ വന്നിട്ടുള്ളത് കൊണ്ടും അതിൽ നിന്ന് ക്ലിയറാണ് നമ്മുടെ പിതാവ് മഹാവിഷ്ണുവാണ് എന്നുള്ളത്. എന്നാൽ ഭഗവാന്റെ നിത്യസിദ്ധരായിട്ടുള്ളവരുണ്ട്. അവരൊക്കെ വൈകുണ്ഠധാമങ്ങളിലും അല്ലെങ്കിൽ ഗോലോക വൃന്ദാവനത്തിലും ഉള്ളവരാണ്. അവര് ഇവിടെ ഭൗതിക ലോകത്തിൽ ജനിക്കുന്നില്ല നമ്മളെ പോലെ. അവരുടെ അവസ്ഥ, അവര് ജീവാത്മാക്കളാവണമെന്ന് നിർബന്ധമില്ല. കാര്യം ജീവാത്മാക്കളല്ല അവർ, ഇവിടെയുള്ള ആൾക്കാരെ പോലെയല്ല. അവിടെയുള്ള ഭഗവാന്റെ വിസ്തരണങ്ങൾ, ഭഗവാന്റെ ഒരുപാട് നിത്യസിദ്ധരായിട്ടുള്ളവർ കൃഷ്ണന്റെ എക്സ്പാൻഷൻസ്, കൃഷ്ണനിൽ നിന്ന് വരുന്നവരും രാധാറാണിയിൽ നിന്ന് വരുന്നവരൊക്കെയാണ്. നമ്മൾ കേട്ടിട്ടുണ്ടാവും, രാധാറാണിയിൽ നിന്ന് തന്നെയാണ് സഖിമാരും എല്ലാവരും അല്ല, നിത്യസിദ്ധരായ അതായത് സ്വന്തം ശക്തിയിൽ നിന്ന് വരുന്ന കുറെ നിത്യസിദ്ധരായിട്ടുള്ള പാർഷദരുണ്ട്. അവരൊക്കെ രാധാറാണിയിൽ നിന്ന് വരുന്നു. ഉദാഹരണത്തിന് അഷ്ടസഖി, അഷ്ടമഞ്ജരിമാര്. അവരൊന്നും നമ്മളെപ്പോലെ ഇവിടെ വന്നിട്ട് സാധന ചെയ്ത് അങ്ങോട്ട് പോയവരല്ല. അവർ ഓൾറെഡി അവിടെയാണ്. അങ്ങനെ ഒരുപാട് പേരുണ്ട് ആധ്യാത്മിക ലോകത്തിൽ. നമ്മളൊക്കെ
നമുക്ക് സാധിക്കുന്ന അല്ലെങ്കിൽ കിട്ടാൻ പോകുന്ന പോസ്റ്റ് അല്ലെങ്കിൽ നമ്മുടെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ ഭൗതിക ലോകത്തിൽ വന്നവരാണ്. നമുക്ക് ഇനി അങ്ങോട്ട് പോകണമെങ്കിൽ പോയി കഴിഞ്ഞാൽ നമ്മളെ വിളിക്കും സാധന സിദ്ധർ. സാധന ചെയ്ത് നമ്മൾ സിദ്ധരായതിനു ശേഷം പോകാനുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടുന്നവരെ സാധന സിദ്ധരെന്ന് വിളിക്കുന്നു. അപ്പോൾ ഇതെല്ലാം കണക്കിലെടുക്കുമ്പോൾ നമ്മുടെ പിതാവ് മഹാവിഷ്ണുവാണ്. ആദ്യോവതാര പുരുഷ പരസ്യ കാലാ സ്വഭാവാ സദസന്മനശ്ച ദ്രവ്യം വികാരോ ഗുണ ഇന്ദ്രിയാണി വിരാട് സ്വരാട് സ്ഥാൻഷു ചരിഷ്ണു ഭൂമ്നഃ. ഹരേ കൃഷ്ണ. പുരുഷ പരസ്യ കാലഃ സ്വഭാവഃ സദസന്മനശ്ച ദ്രവ്യം വികാരോ ഗുണ ഇന്ദ്രിയാണി വിരാട് സ്വരാട് സ്ഥാസ്നു ചരിഷ്ണു ഭൂമ്ന. വിവർത്തനം ഭാവാർത്ഥം എസി ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് കി ജയ്. പുരുഷൻ മഹാവിഷ്ണു പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാന്റെ പ്രഥമ അവതാരമാണ്. കാലം, സ്വഭാവം, പ്രകൃതി, ഹേതുവും ഫലവും എന്ന നിലയിൽ മനസ്സ്, പഞ്ചഭൂതങ്ങൾ, നിത്യാഹങ്കാരം, ത്രിഗുണങ്ങൾ, ഇന്ദ്രിയങ്ങൾ, വിശ്വരൂപം, സർവസ്വാതന്ത്ര്യം, ചരാചരങ്ങൾ ഇവയെല്ലാം അവിടുന്നിന്റെ ഐശ്വര്യങ്ങളായി പിന്തുടർന്നു വരുന്നു. ശ്രീകൃഷ്ണ ഭഗവാൻ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിപരമായ വ്യവഹാരങ്ങൾക്കായി ഇറങ്ങി വരുമ്പോൾ അവിടുന്നിനെ ഒരു അവതാരമായി ഗണിക്കുന്നു എന്ന് അവതാരങ്ങളെക്കുറിച്ചും അവയുടെ ലക്ഷണങ്ങളെക്കുറിച്ചുമുള്ള ലഘു ഭാഗവതാമൃതത്തിന്റെ വിവരണത്തിൽ പറയുന്നു. ശക്തി ആവേശിക്കപ്പെട്ട ഭക്തന്മാർ തത് ഏകാത്മരൂപം, അതായത് ഭഗവാൻ സ്വയം എന്നിവയാണ് അവതാരങ്ങളുടെ രണ്ട് വിഭാഗങ്ങൾ. തദേകാത്മരൂപത്തിന്റെ ഒരു ഉദാഹരണമാണ് അനന്തശേഷൻ. ഒരു ശക്തിയാവിഷ്ടനായ ഭക്തന്റെ ഉദാഹരണം കൃഷ്ണന്റെ പിതാവായ വസുദേവനും ഏതെങ്കിലും ഒരു വിശേഷ കാര്യം നിർവഹിക്കാൻ ഈശ്വരനെ ചിലപ്പോൾ മാത്രം ഇറങ്ങി വരേണ്ടുന്ന ഭാഗികമായ ഭഗവത് സാമ്രാജ്യമാണ് ഭൗതിക സൃഷ്ടിയെന്ന് ശ്രീല ബലദേവ വിദ്യാഭൂഷണൻ അഭിപ്രായപ്പെടുന്നു. ശ്രീകൃഷ്ണ ഭഗവാൻ അത്തരം പ്രവർത്തികൾ നിർവഹിക്കുന്നത് മഹാവിഷ്ണു എന്ന തന്റെ സമഗ്രാംശത്തിലൂടെയാണ്. ആ മഹാവിഷ്ണു സർവ അവതാരങ്ങളുടെയും പ്രാരംഭവുമാണ്. ഭൗതികാവിഷ്കാരത്തിന്റെ കാരണമായിരിക്കുന്നതും ഘടകപദാർത്ഥങ്ങൾ ലഭ്യമാക്കുന്നതും ഭൗതിക പ്രകൃതി തന്നെയാണെന്നും ജീവസത്തകൾ ഭൗതിക പ്രകൃതിയുടെ ആസ്വാദകരാണെന്നും അപരിചിതരായ നിരീക്ഷകർ സങ്കല്പിക്കുന്നു. പക്ഷേ സമഗ്ര സ്ഥിതിയെയും സൂക്ഷ്മമായി പരിശോധിച്ചു കഴിഞ്ഞ ഭാഗവത സമ്പ്രദായത്തിലെ ഭക്തന്മാർക്ക് പ്രകൃതിക്ക് സ്വതന്ത്രമായി ജഡപദാർത്ഥങ്ങൾ ലഭ്യമാക്കുവാനോ സൃഷ്ടിക്കുള്ള കാരണമാകാനോ കഴിയില്ലെന്ന് മനസ്സിലാക്കാനാകും. പ്രകൃതിക്ക് ഭൗതിക തന്മാത്രകൾ ഉൽപ്പാദിപ്പിച്ച് ലഭ്യമാക്കാനുള്ള ശക്തി ലഭിക്കുന്നത് മഹാവിഷ്ണുവിന്റെ കടാക്ഷത്താലാണ്. അവിടുന്നതിനാൽ ശാക്തീകരിക്കപ്പെടുമ്പോൾ അവൾ ഭൗതിക ആവിഷ്കാരത്തിന്റെ കാരണമെന്ന് വിളിക്കപ്പെടുന്നു. ലോക സൃഷ്ടിയുടെ കാരണം എന്ന നിലയിലും ഘടകപദാർത്ഥങ്ങളുടെ ഉറവിടം എന്ന നിലയിലുമുള്ള ഭൗതിക പ്രകൃതിയുടെ രണ്ട് ഭാവങ്ങളും നിലനിൽക്കുന്നത് പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാന്റെ ദൃഷ്ടിയാലാണ്. ഭൗതിക ശക്തിയെ ഊർജ്ജസ്വലമാക്കുവാൻ വേണ്ടി പ്രവർത്തിക്കുന്ന ഭഗവാന്റെ വിവിധ വിസ്തരണങ്ങളെ സമഗ്ര വിസ്തരണങ്ങൾ അഥവാ അവതാരങ്ങൾ എന്ന് വിളിക്കുന്നു. ഒരു ജ്വാലയിൽ നിന്ന് അനേകം ജ്വാലകൾ കൊളുത്തപ്പെടുന്നു എന്ന സാദൃശ്യത്തിലൂടെ ചിത്രീകരിച്ചിട്ടുള്ളതുപോലെ ഈ വിസ്തരണങ്ങളും അവതാരങ്ങളുമെല്ലാം വിഷ്ണുവിനെ പോലെ തന്നെ ശ്രേഷ്ഠരാണ്. എന്നിരുന്നാലും മായയെ നിയന്ത്രിക്കുന്നതിനുള്ള അവരുടെ പ്രവർത്തികൾ മൂലം ചിലപ്പോൾ അവർ മായാബന്ധമുള്ളവർ എന്നറിയപ്പെടുന്നു. ശ്രീമദ് ഭാഗവതം 2:6-42 എന്നുള്ള ഒരു ശ്ലോകമാണ് ഇത്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഇവിടെ കാരണാവതാരസായ വിഷ്ണുവിനെ കുറിച്ച് പറയുന്നു. ശ്രീമദ് ഭാഗവതത്തിൽ നിന്നുള്ള ശ്ലോകമാണ്. 2ാമത്തെ സ്കന്ധത്തിലെ 6ാമത്തെ അധ്യായം 42ാമത്തെ ശ്ലോകം. പുരുഷ
എന്നിവിടെ വിശേഷിപ്പിക്കുന്നത് മഹാവിഷ്ണുവിനെയാണ്. മഹാവിഷ്ണു ഭഗവാൻ കൃഷ്ണൻ്റെ അംശാവതാരമാണ്. സമയം, പ്രകൃതി, കാലം, അതായത് കാലം, പ്രകൃതി, മനസ്സ്, മറ്റുള്ള ഭൗതികമായിട്ടുള്ള എലമെൻസും, മെറ്റീരിയൽ എലമെൻറ്റ്സ്, മിഥ്യാഹങ്കാരം, 3 ഗുണങ്ങൾ, ഇന്ദ്രിയങ്ങൾ, ഭഗവാന്റെ വിശ്വരൂപം, ഇതെല്ലാം തന്നെ വരുന്നത് മഹാവിഷ്ണുവിൽ നിന്നാണ്. ഇതെല്ലാം സൃഷ്ടിക്കുന്നത് അല്ലെങ്കിൽ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ബോസ് ആരാണ്? മഹാവിഷ്ണുവാണ് എന്ന് ഇവിടെ പറയുന്നു. ലഘു ഭാഗവതാമൃതത്തിൽ പറയുന്നതായിട്ട് നമ്മൾ ഇതിനു മുമ്പും വായിച്ചിരുന്നു. ശ്രീല റൂപ ഗോസ്വാമി പറയുന്നത്, ഭഗവാൻ എപ്പോഴാണോ ഈ ഭൗതിക ലോകത്തിലേക്ക് അദ്ദേഹം താഴോട്ട് ഇറങ്ങി വരുന്നത്, അങ്ങനെ വരുമ്പോൾ അതിനെ അവതാരം എന്ന് വിളിക്കുന്നു. ശ്രീല ബലദേവ് വിദ്യാഭൂഷണും പറയുന്നു, ഭൗതിക ലോകം എന്ന് പറയുന്നത്, ഈ പ്രപഞ്ചം, ഭൗതിക പ്രപഞ്ചം എന്ന് പറയുന്നത് ഭഗവാന്റെ ഒരു അംശത്തിലുള്ള ഒരു സ്ഥലമാണ്, സാമ്രാജ്യമാണ്. ശരിക്കും ചില സമയങ്ങളിൽ അദ്ദേഹം ഇങ്ങോട്ടേക്ക് വരും. അദ്ദേഹം ശരിക്കും എപ്പോഴും ഇരിക്കുന്നത്, നിത്യവും ഇരിക്കുന്നത് ആധ്യാത്മിക ലോകത്തിലാണ്. എന്നാൽ ചില സമയങ്ങളിൽ ചില ഉദ്ദേശത്തോടു കൂടി അല്ലെങ്കിൽ ചില കാര്യങ്ങൾക്കായിട്ട്, ചില മിഷന് വേണ്ടിയിട്ട് അദ്ദേഹം ഇങ്ങോട്ടേക്ക് വരുന്നു. എന്നാൽ ഈ പ്രപഞ്ചവും ഭഗവാന്റെ സൃഷ്ടി തന്നെയാണ്. ഈ ഭൗതിക ലോകവും ഭഗവാന്റെ സൃഷ്ടി തന്നെയാണ്, അല്ലേ? നമുക്കറിയാം, അത് ഭഗവാന്റെ എക്സ്റ്റേണൽ പൊട്ടൻസി അല്ലെങ്കിൽ ബഹിരാംഗ ശക്തിയിലാണ് പ്രകൃതി ഉള്ളത്. പിന്നീട് പറയുന്നു, 2 തരത്തിലുള്ള അവതാരങ്ങളെ കുറിച്ച് പറയുന്നു. ഒന്ന് ശക്തി ആവേശ അവതാരം, ഒന്ന് തദ്ദേകാത്മ രൂപ. തദ്ദേകാത്മ രൂപ എന്ന് പറയുന്നത്, അത് ഉദാഹരണം ഇവിടെ പറയുന്നു, ശേഷനാഗം ഭഗവാന്റെ വിസ്തരണമാണ്. അപ്പോൾ തദ്ദേകാത്മ രൂപ എന്ന് ഉദ്ദേശിക്കുമ്പോൾ ആക്ച്വലി ഇത് ഭഗവത് തത്വം തന്നെയാണ്. എന്നാൽ ശക്തി ആവേശ അവതാരങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ജീവതത്വമായിരിക്കും. ഉദാഹരണത്തിന് ഇവിടെ വസുദേവർ പറയുന്നു. ഇതുപോലെ ശ്രീല വ്യാസദേവൻ, അതേപോലെ നമ്മുടെ പരശുരാമൻ, ശ്രീപാദ് നാരദമുനി, ഇവരൊക്കെ ശക്തി ആവേശ അവതാരങ്ങളാണ്. അതാണ് വ്യത്യാസം. ശക്തി ആവേശ അവതാരം അല്ലെങ്കിൽ അതേപോലെ തദ്ദേകാത്മരൂപം വിഷ്ണു തത്വങ്ങളായിരിക്കും, മറ്റുള്ളത് ജീവതത്വമായിരിക്കും. എന്നാൽ എംപവേർഡ് ആയിരിക്കും. അവർ ശക്തി ആവേശ അവതാരങ്ങൾ, ഭഗവാന്റെ ശക്തി അവരിലുണ്ടാവും. അതുകൊണ്ട് അവർ എക്സ്ട്രാ ഓർഡിനറി കാര്യങ്ങളൊക്കെ ചെയ്യും. പിന്നീട് പറയുന്നു, ഭഗവാൻ കൃഷ്ണനിൽ നിന്ന് തന്നെയാണ് മഹാവിഷ്ണു വരുന്നത് എന്നുള്ളതും, അതേപോലെ തന്നെ ഈ ഭൗതിക പ്രപഞ്ചവുമായിട്ട് സംബന്ധിച്ചുള്ള എല്ലാ സൃഷ്ടികളും പിന്നീട് മഹാവിഷ്ണുവിൽ നിന്നാണ് വരുന്നത് എന്നും പറയുന്നു. അതേപോലെ തന്നെ ഭഗവാൻ കൃഷ്ണൻ അവതാരം എടുത്തു വരുന്ന സമയത്ത് പല അവതാരങ്ങൾ എടുത്തു വരുമ്പോൾ, കൃഷ്ണനായിട്ട് വരുമ്പോൾ കൃഷ്ണൻ നേരിട്ട് വരുന്നു. അല്ലാതെയുള്ള അവതാരങ്ങൾ എടുക്കുമ്പോൾ മഹാവിഷ്ണുവിലൂടെയാണ് അദ്ദേഹം ഇവിടെ ഈ ഭൗതിക ലോകത്തിലേക്ക് അദ്ദേഹം വരുന്നത്. ശരിക്കും കാര്യം, ഈ ഭൗതിക ലോകത്തിലെ ഏറ്റവും ഹൈ പൊസിഷൻ കൃഷ്ണൻ തന്നെ കൊടുത്തിട്ടുള്ളത് മഹാവിഷ്ണുവിനാണ്, അല്ലേ? അപ്പോൾ അദ്ദേഹത്തിലൂടെയാണ് ബാക്കിയുള്ള അവതാരങ്ങളൊക്കെ വരുന്നത് ഇവിടെ വരുന്ന സമയത്ത്, ഭൗതിക ലോകത്തിൽ വരുന്ന സമയത്ത്. പിന്നീട് പറയുന്നു, ഈ ഭൗതിക പ്രപഞ്ചം എന്ന് പറയുന്നത് ഭഗവാൻ വിഷ്ണുവിൻ്റെ ആ ഒരു ശക്തിയിൽ മാത്രം ഇരിക്കുന്നതാണ്. ഭഗവാന്റെ ദൃഷ്ടിയിലൂടെയാണ് പ്രപഞ്ചം അല്ലെങ്കിൽ ഭൗതിക പ്രകൃതി ആക്ടിവേറ്റ് ആവുന്നത്. അദ്ദേഹമാണ് ബീജം കൊടുക്കുന്നത്. ഇല്ലെങ്കിൽ ഇവിടെ ഒരു സൃഷ്ടി നടക്കുന്നില്ല. അപ്പോൾ ഭഗവാനെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ആക്ച്വലി പറയുകയാണെങ്കിൽ ഈ ഭൗതിക പ്രപഞ്ച ശൂന്യമാണ്, അല്ലെങ്കിൽ ഒന്നുമില്ല. ശൂന്യം എന്ന് ഉദ്ദേശിക്കുന്നത് ഒന്നും നടക്കില്ല. ഇവിടെ ഒന്നും നടക്കില്ല. എല്ലാം നടക്കുന്നത് ഭഗവാന്റെ ദൃഷ്ടിയുടെ ആ ശക്തിക്കാണ്. ഈവൻ ഭൗതിക പ്രകൃതി എന്ന് പറയുന്ന മായാദേവിക്ക് പോലും എക്സിസ്റ്റൻസ് ഇല്ല ഭഗവാന്റെ ദൃഷ്ടിയില്ലെങ്കിൽ, ഭഗവാന്റെ ആ ഒരു കാരുണ്യമില്ലെങ്കിൽ. പിന്നീട് അവസാനം ശ്രീല പ്രഭുപാദി പറയുന്ന ഉദാഹരണം ഇതിനു മുമ്പും പല സ്ഥലങ്ങളിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. കൃഷ്ണനിൽ നിന്ന് കൃഷ്ണൻ ഒരു മെഴുകുതിരിയായിട്ട്, ഒറിജിനൽ മെഴുകുതിരിയായിട്ട് കണക്കാക്കുവാണെങ്കിൽ അത് ആ ഒറിജിനൽ മെഴുകുതിരിയിൽ നിന്ന് വേറെ കുറേ മെഴുകുതിരികൾ കത്തിക്കാൻ സാധിക്കും. അതേപോലെ മെഴുകുതിരി ആവട്ടെ, വിളക്കാവട്ടെ, അപ്പോൾ അതേപോലെയാണ്. അപ്പോൾ കത്തിച്ച വിളക്ക് മെയിനായിട്ടുള്ള സോഴ്സ് ആയിട്ടുള്ളൊരു വിളക്കുണ്ട്, അതിൽ നിന്ന് കുറേ വിളക്കുകൾ വേറെ കത്തിക്കുന്നു.
അല്ലെങ്കിൽ സോഴ്സ് ആയിട്ടുള്ള വിളക്ക് അതങ്ങനെ തന്നെയുണ്ട്. മറ്റുള്ള വിളക്കുകൾക്കും അതേ പൊട്ടൻസി ഉണ്ട് അല്ലേ? അതേപോലെയാണ് കൃഷ്ണനും കൃഷ്ണൻ്റെ അവതാരങ്ങളും തമ്മിൽ നമ്മൾ നോക്കുവാണെങ്കിൽ തത്വത്തിൽ അവർ ഒന്ന് തന്നെയാണ് എന്ന് പറയുന്നത്. അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഓക്കെ. പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞു, ചിലപ്പോൾ മായിക എന്ന് വിളിക്കും. കാര്യം മായിക എന്ന് വിളിക്കാൻ കാര്യം വേറെ ഒന്നുമല്ല, കൃഷ്ണൻ ഇവിടെ ഭൗതിക സൃഷ്ടി പ്രപഞ്ചവുമായിട്ട് സൃഷ്ടിയുമായി സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ ഭൗതിക പ്രകൃതിയുമായിട്ടുള്ള ആ ഒരു കണക്ഷൻ വരുന്നത് കൊണ്ട് ചില സമയങ്ങളിൽ മായിക എന്ന് വിളിക്കും. പക്ഷേ അതിൻ്റെ അർത്ഥം ഭഗവാനെ ഇവിടെയുള്ള ഭൗതിക പ്രപഞ്ചത്തിലെ ഭൗതിക ലോകത്തിലെ ഒരു ഗുണങ്ങളോ അല്ലെങ്കിൽ ഒന്നും തന്നെ അദ്ദേഹത്തിനെ എഫക്റ്റ് ചെയ്യുന്നില്ല. അദ്ദേഹം നിർഗുണനാണ്, അദ്ദേഹം ഇതിൽ നിന്നെല്ലാം പുറത്താണ്. എന്നാൽ അദ്ദേഹത്തിൻ്റെ കൺട്രോളിലാണ് എല്ലാം നടക്കുന്നത്. അതാണ് ഇവിടെ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം. അടുത്ത ശ്ലോകം 84. ജഗ്രേ പൗരുഷം രൂപം ഭഗവാൻ മഹത് ആദിഭിഃ സംഭൂതം ഷോഡശകലം ആദൗ ലോകാ ശുശ്രൂഷയാ. ഹരേ കൃഷ്ണ പ്രഭു. ഓം നമോ ഭഗവതേ വാസുദേവായ. ജഗ്രഹേ പൗരുഷം രൂപം ഭഗവാൻ മഹാദാദിഭിഃ സംഭൂതം ഷോഡശകലം ആദൗ ലോക ശുശ്രൂഷയാ. വിവർത്തനം and ഭാവാർത്ഥം by A.C. Bhaktivedanta Swami Prabhupada, Srila Prabhupada ki jai. വിവർത്തനം. സൃഷ്ടിയുടെ പ്രാരംഭത്തിൽ ഭഗവാൻ സൃഷ്ടിക്ക് ആവശ്യമായ ദ്രവ്യങ്ങളുടെ അകമ്പടിയോടുകൂടി പുരുഷാവതാരമായി സ്വയം വിസ്തരിച്ചു. ആദ്യം സൃഷ്ടിക്ക് അനുയോജ്യമായ 16 മുഖ്യ ശക്തികളെ സൃഷ്ടിച്ചു. ഭൗതിക പ്രപഞ്ചങ്ങളുടെ ആവിഷ്കാരത്തിന് വേണ്ടിയായിരുന്നു ഇത്. ഭാവാർത്ഥം. ഇത് ശ്രീമദ് ഭാഗവതത്തിൽ 1:3:1 നിന്നുള്ള ഒരു ശ്ലോകമാണ്. മധ്വാചാര്യരുടെ ശ്രീമദ് ഭാഗവത ഭാഷ്യം അനുസരിച്ച് 16 ആധ്യാത്മിക ശക്തികൾ ആധ്യാത്മിക ലോകത്തിലുണ്ടെന്ന് പറഞ്ഞിരിക്കുന്നു. ശ്രീ, ഭൂ, ലീല, കാന്തി, കീർത്തി, തുഷ്ടി, ഗീർ, പുഷ്ടി, സത്യ, ജ്ഞാന, ജയ, ഉത്കർഷിണി, വിമല, യോഗമായ, പ്രഹ്വി, ഈശാന, അനുഗ്രഹ. ഈ ശക്തികൾ താഴെ കൊടുത്തിട്ടുള്ള 9 പേരുകളിലും അറിയപ്പെടുമെന്ന് ലഘു ഭാഗവതാമൃതത്തിൽ നിന്നുള്ള തന്റെ വ്യാഖ്യാനത്തിൽ ശ്രീ ബലദേവ് വിദ്യാഭൂഷൺ പറയുന്നു. വിമല, ഉത്കർഷിണി, ജ്ഞാന, ക്രിയ, യോഗ, പ്രഹ്വി, സത്യ, ഈശാന, അനുഗ്രഹ. ശ്രീല ജീവഗോസ്വാമിയുടെ ഭഗവത് സന്ദർഭത്തിൽ ശ്ലോകം 103. ഇവ ശ്രീ, പുഷ്ടി, ഗീർ, കാന്തി, കീർത്തി, തുഷ്ടി, ഇള, ജയ, വിദ്യ, മായ, സംവിത്, സന്ധിനി, ഹാദിനി, ഭക്തി, മൂർത്തി, വിമല, യോഗ, പ്രഹ്വി, ഈശാന, അനുഗ്രഹ തുടങ്ങിയ പേരുകളിലും വിവരിക്കപ്പെട്ടിരിക്കുന്നു. ഈ ശക്തികളെല്ലാം ഭഗവാന്റെ പരമാധികാരത്തിന്റെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്നു. ഹരേ കൃഷ്ണ പ്രഭു. താങ്ക് യു. ഹരേ കൃഷ്ണ. ഇവിടെ ഭഗവാൻ ഇവിടെ നമുക്ക് ശ്ലോകത്തിൽ കാണാം. ആക്ച്വലി ഭാഗവത്തിൽ നിന്നുള്ള ശ്ലോകം തന്നെയാണ്. അപ്പോൾ ക്രിയേഷൻ നടക്കുന്ന സമയത്ത്, സൃഷ്ടി നടക്കുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത്? ആദ്യം ഭഗവാന്റെ വിസ്തരണം, അല്ലെങ്കിൽ ഈ സൃഷ്ടിക്ക് വേണ്ടി ഭഗവാൻ ആദ്യം പുരുഷാവതാരമായിട്ട് വരുന്നു. പുരുഷാവതാരമായിട്ട് വന്നതിന് ശേഷം പിന്നെ ഭൗതിക ലോകത്തിലെ സൃഷ്ടി എല്ലാം ചെയ്യുന്നത് അദ്ദേഹമാണ്. അദ്ദേഹം എല്ലാ ഭൗതിക എലമെൻസിനെയും, ആവശ്യമുള്ള എല്ലാ സാമഗ്രികളും അദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ട് ഓൾറെഡി. അതെല്ലാം അദ്ദേഹമാണ് സൃഷ്ടിക്കുന്നത്. എന്നിട്ട് പറയുന്നു 16 ശക്തികൾ അദ്ദേഹത്തിൻ്റെ, അതായത് ഈ ഒരു സൃഷ്ടിക്ക് വേണ്ടിയതായിട്ടുള്ള 16 ശക്തികൾ അദ്ദേഹം ആദ്യം ഉണ്ടാക്കുന്നു. അങ്ങനെ അതിനുശേഷം അദ്ദേഹം സൃഷ്ടി ചെയ്യുന്നു. സൃഷ്ടി ചെയ്യാനുള്ള അതിനുവേണ്ടി ഓരോ ആളുകളെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട് പല കാര്യങ്ങളും ചെയ്യാൻ. മായാദേവിക്ക് റോളുണ്ട്, ശിവന് റോളുണ്ട്, അതേപോലെ ബ്രഹ്മാവിന് റോളുണ്ട്. എന്നാൽ ഇതെല്ലാം ചെയ്യുന്നു, എല്ലാവർക്കും അവരവരുടെ ടാസ്ക് കൊടുത്തിട്ടുണ്ട്. എന്നാൽ എല്ലാവരെയും പരിപാലിക്കുന്നു, ഇതെല്ലാം മാനേജ് ചെയ്യുന്നു ഭഗവാൻ. അതാണ് ഇവിടെ ശ്ലോകത്തിൽ പറയുന്നത്.
ഭാവാർത്ഥത്തിൽ ശിലപ്രഭാജി ശ്രീപാദ് മാധവാചാര്യരുടെ കമന്ററി പ്രകാരമുള്ള കാര്യം ഇവിടെ 16 ശക്തികളെ കുറിച്ച്, അതായത് ഭഗവാന്റെ ആധ്യാത്മിക ശക്തികളാണ് ഇതെല്ലാം. അപ്പോൾ ആ ശക്തിയിൽ നിന്ന് തന്നെയാണ് പിന്നെ ഇവിടെ വരുമ്പോഴും ഈ ഭൗതിക ലോകത്തിൽ സൃഷ്ടി നടക്കുവാനും ആ ആന്തരിക ശക്തിയിൽ നിന്നുള്ള ശക്തിയുടെ ഒരു എന്താ പറയുക ഒരു പാർട്ടാണ്, അല്ല അവിടെ നിന്ന് തന്നെയാണ് ഈ ബഹിരാംഗ ശക്തിയും വരുന്നത് അല്ലേ? എല്ലാം ഭഗവാനിൽ നിന്നാണ് വരുന്നത്. ഇവിടെ 16 എലമെന്റ്സിനെ കുറിച്ച് ആദ്യം 16 ശക്തികളെ കുറിച്ച് ആദ്യം പറയുന്നു. അതിനുശേഷം ബലദേവ് വിദ്യാഭൂഷൺ അതിനെ 9 ആക്കി. അതായത് ഈ എനർജിയെല്ലാം ഈ പറഞ്ഞ 16 ശക്തിയെ അദ്ദേഹം ഒന്ന് കൺസോളിഡേറ്റ് ചെയ്ത് 9 പേരുകളാണ് അദ്ദേഹം പറയുന്നത്. അതേപോലെ ജീവ ഗോസ്വാമിയും പറയുന്നു. അദ്ദേഹം ഒരുപാട് ശക്തികളെ കുറിച്ച് പറഞ്ഞു. അതിൽ നമ്മൾ കാണുന്നു ശ്രീ പുഷ്ടി, ഗീർ, കാന്തി, തുഷ്ടി, ഇല, ജയ, കീർത്തി, വിദ്യ, മായ, സംബിത്, സന്ധിനി, ഹ്ലാദിനി നമ്മൾ കേട്ടിട്ടുണ്ടാവും. സംബിത്, സന്ധിനി, ഹ്ലാദിനി കേട്ടിട്ടുണ്ടാവും. ഭക്തി, മൂർത്തി, വിമല, യോഗ, പ്രഹ്വി, ഈശാന, അനുഗ്രഹ എക്സെട്ര. അപ്പോൾ കുറേ ഉണ്ട്. ഇതെല്ലാം ഭഗവാന്റെ ശക്തികളാണ്. ഓക്കെ, അപ്പോൾ ഒന്നാലോചിച്ച് നോക്കൂ, ശീലപ്രഭുജി ഒരുപാട് റെഫർ ചെയ്യുന്നുണ്ട്. ഇവിടെ ഭാഗവത് ജീവഗോസ്വാമിയുടെ സന്ദർഭങ്ങൾ അദ്ദേഹം റെഫർ ചെയ്യുന്നു. ലഘു ഭാഗവതാമൃത് ശിലരൂപ ഗോസ്വാമിയുടെ അദ്ദേഹം റെഫർ ചെയ്യുന്നുണ്ട്. ശ്രീ ബലദേവ് വിദ്യാഭൂഷൺ ലഘു ഭാഗവതാമൃതിന്റെ മുകളിൽ എഴുതിയിട്ടുള്ള ആ ഭാവാർത്ഥത്തിനെ അദ്ദേഹം റെഫർ ചെയ്തിട്ടുണ്ട്. ഇനി മാധവാചാര്യരുടെ ശ്രീമദ് ഭാഗവതത്തിലെ ആ ഒരു പർപ്പോട്ട് അല്ലെങ്കിൽ ഭാവാർത്ഥവും അദ്ദേഹം റെഫർ ചെയ്യുന്നു. ഒരു ശ്ലോകത്തിന്റെ ഭാവാർത്ഥം എഴുതാൻ വേണ്ടി എത്ര റെഫറൻസ് എടുക്കണേ നോക്കൂ. അന്നത്തെ കാലത്ത് ഇന്നിപ്പോൾ അടിക്കുന്ന പോലെ AI ടൂളോ ChatGPT ഒന്നുമില്ല. ChatGPT അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസോ ഗൂഗിളോ ഒന്നുമില്ല. എങ്ങനെ കണക്ട് ചെയ്യാൻ സാധിക്കും? ഒന്ന് ചിന്തിച്ച് നോക്കൂ. ഭാഗവത്തിലൊരു ശ്ലോകം എടുക്കുന്നു. ആ ശ്ലോകം ആരൊക്കെ കമന്ററി ചെയ്തിട്ടുണ്ട് നോക്കണം. ഇനി ശ്ലോകം വായിച്ച് മറ്റുള്ള ഈ ആചാര്യന്മാരുടെ കമന്ററീസ് എല്ലാം നോക്കി ഭാവാർത്ഥങ്ങളൊക്കെ നോക്കി വായിച്ച് എന്നിട്ട് വേണം ഭക്തിവേദാന്ത പർപ്പോട്ട് എഴുതാൻ. ഭക്തിവേദാന്ത പർപ്പോട്ട് വന്നത് അതിന് ശേഷമാണ്. ഇതെല്ലാം റെഫർ ചെയ്തതിന് ശേഷം. സോ എത്രമാത്രം വർക്ക് ഉണ്ടെന്ന് ചിന്തിച്ച് നോക്കൂ. നമ്മളെ സംബന്ധിച്ച് എത്ര ജന്മം എടുത്താലും ഇങ്ങനെ നമുക്ക് ചെയ്യാൻ സാധിക്കില്ല. ശിലപ്രഭാജി വളരെ ചുരുക്കം കാലം കൊണ്ടാണ് ഇതൊക്കെ ചെയ്തത്. അത്ഭുതമാണ്. അതുകൊണ്ടാണ് പറയുന്നത് അദ്ദേഹം സാധാരണ ഒരു വ്യക്തിയല്ല എന്നുള്ളത്. സാധാരണ ഒരു വ്യക്തിക്ക് സാധിക്കുന്നതല്ല അതൊന്നും. സാധാരണ ഒരു മനുഷ്യനല്ല അദ്ദേഹം തീർച്ചയായിട്ടും അദ്ദേഹം നിത്യസിദ്ധരായിട്ടുള്ള ഒരു വ്യക്തിയാണ്. നിത്യസിദ്ധരാണ് അദ്ദേഹം. അവിടെ നിന്ന് ഭഗവാന്റെ ഒരു ആജ്ഞപ്രകാരം നമ്മളെ സഹായിക്കാൻ വേണ്ടി വന്നിട്ടുള്ളതാണ്. അതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലെങ്കിൽ ഇതൊന്നും സാധിക്കില്ല. അപ്പോൾ ഇത്രയും ഒരൊറ്റ ശ്ലോകത്തിന്റെ പർപ്പോട്ടിന് വേണ്ടിയിട്ട് ഒരുപാട് റെഫറൻസ് തരുന്നു. 85 യദ്യാപി സർവാശ്രയതി ഹോ താഹാ തേ സംസാര അന്തരാത്മരൂപേതി ഹോ ജഗതാധാര. हरे कृष्णा। श्रील प्रभुपाद की जय। यद्यपि सर्वाश्रयाति हो तान् पादे संसारा अन्तरात्मरूपे तिंहो जगदा आधारा. हरे कृष्ण. ശ്രീല പ്രഭുപാദ് की जय. ഭഗവാൻ എല്ലാറ്റിന്റെയും ആശ്രയവും എല്ലാം വിശ്രമിക്കുന്നത് അവിടുന്നിലുമാണെങ്കിലും പരമാത്മാവ് എന്ന നിലയിൽ അവിടുന്ന് എല്ലാറ്റിന്റെയും ആധാരവുമാണ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. എല്ലാത്തിന്റെയും ആശ്രയമാണ് ഭഗവാൻ. എല്ലാ പ്രകൃതിയും എല്ലാ ബ്രഹ്മാണ്ടങ്ങളും അദ്ദേഹത്തിലാണ് കുടികൊള്ളുന്നത്, അല്ലെങ്കിൽ അദ്ദേഹത്തിലാണ് കുടികൊള്ളുന്നത്, അദ്ദേഹത്തിലിരിക്കുന്നു, അല്ലെങ്കിൽ അദ്ദേഹവുമായി ചേർന്നിരിക്കുന്നു. എന്നാൽ അതേപോലെ തന്നെ ഓരോ ചരാചരങ്ങളിലെ പരമാത്മാവും കൂടിയാണ് അദ്ദേഹം. സോ ഭഗവാന്റെ ഒരു വൈഭവ ശക്തികൾ, അദ്ദേഹം ഒരേ സമയത്ത് പരമാത്മാവാണ്, ഒരേ സമയത്ത് പരിപാലനം ചെയ്യുന്നു, ഒരേ സമയത്ത് സൃഷ്ടി ചെയ്യുന്നു, ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു അദ്ദേഹം. പ്രകൃതി സഹിതേ താന ഉഭയ സംബന്ധ തഥാപി പ്രകൃതി സഹ നാഹി സ്പർശഗന്ധ. ഹരേ കൃഷ്ണ. ശ്ലോകം 86.
പ്രകൃതിസഹിതേ താൻഡ ഉഭയസംബന്ധ തഥാപി പ്രകൃതിസഹ നാഹി സ്പർശഗന്ധ. വിവർത്തനം ഭാവാർത്ഥം ശ്രീല പ്രഭുപാദ് കി ജയ്. വിവർത്തനം: അപ്രകാരം ഭൗതിക പ്രകൃതിയുമായി അവിടുന്ന് രണ്ടു വിധത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നുവെങ്കിലും അവിടുന്ന് അതുമായി നേരിയ സ്പർശം പോലുമില്ല. ഭാവാർത്ഥം: പ്രകൃതിയുടെ ത്രിഗുണങ്ങൾക്ക് അതീതമായ ഭഗവാന്റെ അതീന്ദ്രിയ സ്ഥിതിയെക്കുറിച്ചുള്ള വ്യാഖ്യാനത്തിൽ വിഷ്ണുവിന് പ്രകൃതിയുടെ നിയന്ത്രകനും മേലധികാരിയുമെന്ന നിലയിൽ ത്രിഗുണങ്ങളുമായി ബന്ധമുണ്ടെന്ന് ശ്രീ രൂപഗോസ്വാമി പറയുന്നു. ഈ ബന്ധം യോഗമെന്ന് വിളിക്കപ്പെടുന്നു. ഒരു ജയിലിനെ നിയന്ത്രിക്കുന്ന വ്യക്തി ജയിൽ പുള്ളിയാകുന്നില്ലല്ലോ. അതുപോലെ പരമദിവ്യോത്തം പുരുഷനായ വിഷ്ണു ഗുണമയിയായ പ്രകൃതിയുടെ നിയന്ത്രണം അഥവാ മേൽനോട്ടം വഹിക്കുന്നുണ്ടെങ്കിലും അവിടുന്ന് പ്രകൃതിയുടെ ഗുണങ്ങളുമായി യാതൊരു ബന്ധവുമില്ല. വിഷ്ണുവിന്റെ വിസ്തരണങ്ങൾ എല്ലായ്പ്പോഴും അവരുടെ പരമാധികാരം നിലനിർത്തുന്നു. അവർ ഒരിക്കലും ഭൗതിക ഗുണങ്ങളുമായി ബന്ധപ്പെടുന്നില്ല. മഹാവിഷ്ണുവിന് ഭൗതിക ഗുണങ്ങളുമായി ഒരു ബന്ധവുമില്ലെന്നും ഉണ്ടായിരുന്നെങ്കിൽ ഭഗവാന് വിമുഖരാകുവാൻ ജീവസത്തകളെ പ്രലോഭിപ്പിക്കുക എന്ന തന്നിയുടെ നന്ദിയില്ലാത്ത ദൗത്യത്തിൽ ലജ്ജിതയായി പ്രകൃതി ഭഗവാന്റെ പിന്നിൽ നിലകൊള്ളുന്നതായി ശ്രീമദ് ഭാഗവതം പ്രസ്താവിക്കയില്ലായിരുന്നു എന്നും ഒരുവൻ വാദിച്ചേക്കാം. ഗുണം എന്ന വാക്കിന്റെ അർത്ഥം ക്രമപ്പെടുത്തൽ എന്നാണെന്ന് ഈ വാദത്തിന് മറുപടിയായി പറയാവുന്നതാണ്. വിഷ്ണുവും ബ്രഹ്മാവും ശിവനും ഈ ലോകത്തിൽ ത്രിഗുണങ്ങളുടെ നിയന്താക്കളായി സ്ഥിതി ചെയ്യുന്നു. ഗുണങ്ങളുമായുള്ള അവരുടെ ബന്ധം യോഗം എന്നറിയപ്പെടുകയും ചെയ്യുന്നു. ഈ വ്യക്തിത്വങ്ങൾ ഭൗതിക ഗുണങ്ങളാൽ ബന്ധിതരാണെന്ന് ഇത് സൂചിപ്പിക്കുന്നില്ല. പ്രത്യേകിച്ചും വിഷ്ണു ഭഗവാൻ സർവദാ ത്രിഗുണങ്ങളുടെ നിയന്താവാണ്. അവിടുന്ന് അവയുടെ നിയന്ത്രണത്തിലാകുന്ന പ്രശ്നമേയില്ല. കാരണപരവും ഘടകപദാർത്ഥങ്ങളുടെ വിതരണപരവുമായ ഭാവങ്ങൾ പ്രകൃതിയിൽ അസ്തിത്വം പ്രാപിക്കുന്നത് പരമദിവ്യോത്തം പുരുഷനായ ഭഗവാന്റെ കടാക്ഷത്താലാണെങ്കിലും ഭൗതിക ഗുണങ്ങൾക്ക് മേൽ കടാക്ഷിക്കുന്നതിനാൽ ഭഗവാൻ ഒരിക്കലും ബാധിതനാകുന്നില്ല. ഭഗവാന്റെ ഇച്ഛയാൽ ഭൗതിക പ്രകൃതിയിൽ ഗുണപരമായ വ്യവസ്ഥ പരിവർത്തനങ്ങൾ സംഭവിക്കുന്നുവെങ്കിലും തന്മൂലം ഭഗവാൻ വിഷ്ണുവിന് ഭൗതിക ബാധയോ മാറ്റമോ മാലിന്യമോ ഉണ്ടാകാൻ യാതൊരു സാധ്യതയുമില്ല. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു. ഇവിടെ പറയുന്നു പ്രകൃതി സഹിതേതാന ഉഭയ സംബന്ധ തഥാപി പ്രകൃതി സഹ നഹി സ്പർശഗന്ധ. ഭഗവാൻ വിഷ്ണു അദ്ദേഹമാണ് സൃഷ്ടി, ഭൗതിക സൃഷ്ടിയിൽ സൃഷ്ടി ചെയ്യുന്നത് അദ്ദേഹമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശക്തികളെ കുറിച്ച് ഇതിനു മുമ്പുള്ള ശ്ലോകങ്ങളിൽ പറഞ്ഞു. രണ്ട് ശക്തികളെ കുറിച്ച്. ഒന്നെന്ന് പറഞ്ഞാൽ അദ്ദേഹം എല്ലാവരുടെയും ആശ്രയമാണ്. രണ്ടെന്ന് പറഞ്ഞാൽ അദ്ദേഹം പരമാത്മാവാണ്. അതേപോലെ ഭൗതിക പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിക്ക് വേണ്ടിയതായിട്ടുള്ള എല്ലാ സാമഗ്രികളും എല്ലാം അദ്ദേഹം തന്നെയാണ് ഉണ്ടാക്കുന്നത്. അദ്ദേഹത്തിൽ നിന്നാണ് വരുന്നത്. എന്നാൽ അദ്ദേഹത്തിന് ഭൗതികമായിട്ടുള്ള ശക്തിയുമായിട്ടോ അല്ലെങ്കിൽ ഭൗതികമായിട്ടുള്ള മൂലകങ്ങളായിട്ടോ ഒരു കണക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുമായിട്ട് അദ്ദേഹത്തിൻ്റെ നിയന്ത്രണത്തിലാണ് ഇതെല്ലാം സൃഷ്ടിക്കുന്നത്. അദ്ദേഹമാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. പക്ഷെ അദ്ദേഹത്തിന് ആ സംഭവം അദ്ദേഹത്തെ എഫക്റ്റ് ചെയ്യില്ല എന്ന് പറയുന്നത്. നല്ലൊരു എക്സാമ്പിൾ ശിലപ്രഭാജി ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു രാജാവ് അല്ലെങ്കിൽ ഒരു പ്രധാനമന്ത്രി, രാജ്യത്തിന് പ്രധാനമന്ത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ രാജ്യത്തെ എല്ലാം ആക്ച്വലി അദ്ദേഹത്തിൻ്റെ അടിയിൽ വരുന്ന കാര്യങ്ങളാണ്. സംശയമില്ലാത്ത കാര്യമാണ് അല്ലേ. ആക്ച്വലി അദ്ദേഹമാണ് അതിൻ്റെ ലീഡർ എന്ന് പറയാം. അപ്പോൾ പ്രധാനമന്ത്രിക്ക് അദ്ദേഹത്തിന് ഇഷ്ടമുണ്ടെങ്കിൽ വേണമെങ്കിൽ ജയിലിലേക്ക് പോവാം. ജയിലിലേക്ക് അവിടെയുള്ള അന്തേവാസികളെ കാണാനോ അല്ലെങ്കിൽ ജയിലിൽ എങ്ങനെ കാര്യങ്ങൾ നടക്കണോ എന്ന് അറിയാനൊക്കെ വേണ്ടിയിട്ട് പോകാൻ സാധിക്കും. അദ്ദേഹം അവിടെ പോകുന്നു. അദ്ദേഹം പോകുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കൺട്രോളിലാണ് ജയിലിരിക്കുന്നതും മറ്റുള്ള സംഭവങ്ങളെല്ലാം ഇരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് എവിടെ പോകാനും അധികാരമുണ്ട്. എവിടെ വേണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഇച്ഛപ്രകാരം പോവാം. എന്നാൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമന്ത്രി ജയിലിലാണ് എന്ന് പറയാൻ പറ്റുമോ നമുക്ക്? പ്രധാനമന്ത്രി ജയിലിലേക്ക് പോയി, എന്തോ കാര്യത്തിന് പോയി, അവിടെയുള്ള ആളുകളെ കണ്ടു കഴിഞ്ഞ് തിരിച്ചു വന്നു. അവിടെയുള്ള നിയമങ്ങളോ അവിടെയുള്ള ഒന്നും തന്നെ ആ പ്രധാനമന്ത്രിയെ ബാധിക്കുന്നില്ല അല്ലേ. അവിടെ ഇരിക്കുന്ന ആൾക്കാർക്ക് മാത്രമേ അത് ആപ്ലിക്കബിൾ ഉള്ളൂ. അതേപോലെ അദ്ദേഹത്തിൻ്റെ കൺട്രോളിലാണ്, ഭഗവാന്റെ കൺട്രോളിലാണ് എല്ലാം ഇരിക്കുന്നത്. എന്നാൽ അതിൻ്റെ അർത്ഥം ഈവൻ അദ്ദേഹത്തിൽ നിന്നായിരിക്കും സൃഷ്ടിയെല്ലാം നടക്കുന്നത്. ഈവൻ ഗുണങ്ങളടക്കം എല്ലാം, നിത്യാഹങ്കാരമാവട്ടെ, ഗുണങ്ങളാവട്ടെ, ഭൗതിക പ്രകൃതിയുടെ ഭൂമി, അപ്പോ അനലോ വായുഖം, ഇന്ദ്രിയങ്ങളാവട്ടെ, എല്ലാം ഭഗവാന്റെ സൃഷ്ടിയാണ്. എന്നാൽ ഇതെല്ലാം ഭൗതികമായിട്ടുള്ള മൂലകങ്ങളുമായിട്ട് ബന്ധപ്പെട്ട സംഭവങ്ങളായതുകൊണ്ട് പക്ഷെ അതൊന്നും ഭഗവാനെ ബാധിക്കുന്നില്ല. ഭഗവാന്റെ ഗുണങ്ങളോ ഭഗവാൻ അതുകൊണ്ട്
അദ്ദേഹം സൃഷ്ടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അത് അദ്ദേഹത്തെ എഫക്റ്റ് ചെയ്യുന്നില്ല, നമ്മളെ എഫക്റ്റ് ചെയ്യും. തടസ്സ ശക്തിയിലുള്ള നമ്മളെ അത് എഫക്റ്റ് ചെയ്യുന്നു. അതാണ് വ്യത്യാസം. കൃഷ്ണനും ഭഗവാനും സാധാരണ നമ്മളെപ്പോലുള്ള ജീവാത്മാക്കളും തമ്മിലുള്ള വ്യത്യാസം അതാണ്. അദ്ദേഹം നിർഗുണനാണ്. നിർഗുണൻ എന്ന് ഉദ്ദേശിക്കുന്നത് ഭൗതികമായിട്ടുള്ള ഒരു ഗുണങ്ങളും അദ്ദേഹത്തെ എഫക്റ്റ് ചെയ്യില്ല, അതാണ് പറയുന്നത്. എന്നാൽ ആധ്യാത്മിക തലത്തിലുള്ള ഗുണങ്ങൾ, അദ്ദേഹത്തിന് ഗുണങ്ങളുണ്ട്. അദ്ദേഹം നിർഗുണം എന്ന് ഉദ്ദേശിക്കുന്ന ഒന്നുമില്ലാത്ത, രൂപമില്ലാത്തൊരു വ്യക്തിയല്ല. അദ്ദേഹത്തിന് എല്ലാ ക്വാളിറ്റീസും ഉണ്ട്. ക്വാളിറ്റി ഇല്ല എന്നല്ല പറയുന്നത്. ഭൗതികമായിട്ടുള്ള ഒന്നും തന്നെ അദ്ദേഹത്തെ ബാധിക്കുന്നില്ല. ഈവൻ അദ്ദേഹത്തിൻ്റെ ഇന്ദ്രിയങ്ങളാവട്ടെ, എല്ലാം ആവട്ടെ, എല്ലാ ആധ്യാത്മിക തലത്തിലുള്ളതാണ്, നമ്മളെപ്പോലെ ഭൗതികമല്ല. അതാണ് പറയുന്നത്. ഓക്കെ. പിന്നെ പറയുന്നു മഹാവിഷ്ണു ആവട്ടെ, വിഷ്ണു ആവട്ടെ, ബ്രഹ്മാവട്ടെ, ശിവനാവട്ടെ, ഇവരെല്ലാവരും ആക്ച്വലി ഗുണാവതാരങ്ങൾ എന്ന് വിളിക്കുന്നവരെ ഗുണാവതാരങ്ങൾ എന്നാണ് വിളിക്കുന്നത്, അല്ലേ? സൃഷ്ടി, സംഹാരം, പരിപാലനം ചെയ്യുന്നു. ഗുണാവതാരങ്ങൾ അവരാണെങ്കിലും ആ ഗുണം ശരിക്കും പറയുകയാണെങ്കിൽ അവരെ ബാധിക്കുന്നില്ല. ഇപ്പോൾ സംഹാരം ചെയ്യുന്നത് മഹാദേവനാണ്. മഹാദേവൻ തമോ ഗുണത്തിലുള്ള ആളാണെന്ന് പറയാൻ പറ്റുമോ? സംഹാരം എന്ന് പറയുന്നത് തമോ ഗുണത്തിലുള്ളൊരു ആക്ടിവിറ്റിയാണ്, സംശയമില്ല. തമോ ഗുണത്തിലുള്ളൊരു ആക്ഷനാണ്, ആക്ടിവിറ്റിയാണ് സംഹാരം. എന്നാൽ അതിൻ്റെ ഇൻചാർജ് ആണെങ്കിൽ മഹാദേവനും. അതിൻ്റെ അർത്ഥം മഹാദേവൻ തമോ ഗുണത്തിലുള്ള ആളാണെന്നല്ലോ, അല്ല. അദ്ദേഹം അതിൻ്റെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആളാണ്. പക്ഷെ അദ്ദേഹത്തിനെ ഇത് ബാധിക്കുന്നില്ല. പിന്നെ എന്തിനു പറയണം വിഷ്ണുവിൻ്റെ കാര്യം? അദ്ദേഹം എല്ലാം പരിപാലിക്കുന്നു, ഇതെല്ലാം മാനേജ് ചെയ്യുന്നു, കൺട്രോൾ ചെയ്യുന്നു. എന്നാൽ അദ്ദേഹത്തെ ഈ പറയുന്ന ത്രിഗുണങ്ങളോ ഭൗതിക ലോകത്തിലെ ഒന്നും തന്നെ അദ്ദേഹത്തെ എഫക്റ്റ് ചെയ്യുന്നില്ല. ഓക്കെ. അടുത്ത ശ്ലോകം. ഏതത് ഈശാനമീശായ പ്രകൃതിസ്ഥോപി തദ്ഗുണൈ നായുജ്യതേ സദാത്മസ്ഥൈർ യഥാ ബുദ്ധിസ്തദാശ്രയ. ഹരേ കൃഷ്ണ പ്രഭു. ഏതത് ഈശനമീശസ്യ പ്രകൃതിസ്ഥോപി തദ്ഗുണൈഃ നയുജ്യതേ സദാത്മസ്ഥൈർ യഥാ ബുദ്ധിസ്തദാശ്രയഃ. വിവർത്തനം ബൈ ഹിസ് ഡിവൈൻ ഗ്രേസ് അഭയ ചരണാരവിന്ദ ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് കി ജയ്. ഇതാണ് അവിടുത്തെ ഐശ്വര്യം. ഭൗതിക പ്രകൃതിക്കുള്ളിൽ സ്ഥിതി ചെയ്യുമ്പോഴും അവിടുന്ന് പ്രകൃതി ഗുണങ്ങളാൽ ഒരിക്കലും ബാധിക്കപ്പെടുന്നില്ല. അതുപോലെ അവിടുന്ന് ശരണം പ്രാപിച്ചവരും അവിടുന്ന് ബുദ്ധി ഉറപ്പിച്ചവരും പ്രകൃതിയുടെ ത്രിഗുണങ്ങളാൽ സ്വാധീനിക്കപ്പെടുന്നില്ല. ഭാവാർത്ഥം. ശ്രീമദ് ഭാഗവതത്തിൽ 1:11-38 നിന്നുള്ള ഒരു ശ്ലോകമാണിത്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഭഗവാൻ സൃഷ്ടിക്കുന്നു, എന്നാൽ ഈ ഗുണങ്ങളൊന്നും ത്രിഗുണങ്ങളൊന്നും ഭഗവാനെ ബാധിക്കുന്നില്ല. അതേപോലെ തന്നെ ഭഗവാനെ ബാധിക്കാത്ത പോലെ തന്നെ ഭഗവാനെ ശരണം പ്രാപിച്ചിട്ടുള്ള ഭക്തര് അവരുടെ ബുദ്ധിയും അവരുടെ മനസ്സും അവരുടെ എല്ലാം ഭഗവാനെ സമർപ്പിച്ചു, ഭഗവാനെ ശരണം പ്രാപിച്ചവരാണ്. അങ്ങനെയുള്ളവരെയും ഈ ത്രിഗുണങ്ങൾ ബാധിക്കില്ല. നമ്മളെ ത്രിഗുണങ്ങൾ ബാധിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ ശരിക്കും ശരണാഗതി സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ്. പ്രോപ്പറായിട്ടുള്ള ശരണാഗതി സംഭവിക്കുമ്പോൾ, ശരണാഗതി നടക്കുന്ന സമയത്ത് ഈ ഗുണങ്ങളൊന്നും നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പോകുന്നില്ല. എന്നാൽ ഇപ്പോൾ നമുക്കതിൻ്റെ എഫക്റ്റ് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം ശരണാഗതി പൂർണ്ണമായിട്ടില്ല എന്നുള്ളതാണ്. ഓക്കെ. 88. ഏമത ഗീതാതേഹ പുന പുനകായ സർവദാ ഈശ്വര തത്വ അചിന്ത്യ ശക്തിഹയ. ഹരേ കൃഷ്ണ. ഏമത ഗീതാതേഹ പുന പുനകായ സർവദാ ഈശ്വര തത്വ അചിന്ത്യ ശക്തിഹയ. വിവർത്തനം ശ്രീല പ്രഭുപാദ് കി ജയ്. ആർക്കും ഉൾക്കൊള്ളാൻ കഴിയാത്തത്ര ശക്തിയുടെ ഉടമയാണ് നിരപേക്ഷ സത്യമെന്ന് ഈ വിധത്തിൽ ഭഗവത്ഗീതയും വീണ്ടും വീണ്ടും പ്രസ്താവിക്കുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശ്രീമദ് ഭഗവത്ഗീതയിൽ ഒരുപാട് ശ്ലോകങ്ങളിൽ ഭഗവാന്റെ ശക്തികളെ കുറിച്ച് പറയുന്നുണ്ട്. അതായത് നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത അചിന്ത്യമായിട്ടുള്ള ശക്തികളാണ് ഇതൊക്കെ. ആമിത ജഗത്തെ വാസി ജഗദാ മാതേ ന ആമി ജഗത്തെ വാസി ന ആമ ജഗത്തെ. ഹരേ കൃഷ്ണ. ജഗതേ വസി ജഗദാമാതേ ന ആമി ജഗതേ വസി ന ആമാ ജഗതേ. വിവർത്തനം. ശ്രീകൃഷ്ണ ഭഗവാൻ പറഞ്ഞു, ഞാൻ ഭൗതിക ലോകത്തിൽ സ്ഥിതി ചെയ്യുകയും ലോകം എന്നിൽ വിശ്രമിക്കുകയും ചെയ്യുന്നു. പക്ഷേ അതേസമയം വാസ്തവത്തിൽ ഞാൻ ഭൗതിക ലോകത്തിൽ സ്ഥിതി ചെയ്യുന്നില്ല, ലോകം എന്നിൽ വിശ്രമിക്കുന്നുമില്ല. ഭാവാർത്ഥം. ഭഗവാന്റെ ഇച്ഛയാൽ ഊർജിതപ്പെടുത്താതെ യാതൊരു അസ്തിത്വവും സാധ്യമല്ല. അതിനാൽ സമഗ്ര പ്രത്യക്ഷ സൃഷ്ടിയും ഭഗവാന്റെ ശക്തിയാലാണ്
ശക്തിയിലാണ് വിശ്രമിക്കുന്നത്. അതുകൊണ്ട് ഭൗതിക സൃഷ്ടിയും കർമ്മദിവ്യോത്തമ പുരുഷനായ ഭഗവാനും ഒന്ന് തന്നെയെന്ന് ഒരുവൻ കരുതരുത്. ഒരു മേഘം ആകാശത്തിൽ വിശ്രമിച്ചേക്കാം, പക്ഷേ ആകാശവും മേഘവും ഒന്നാണെന്ന് അതിനർത്ഥമില്ല. അതുപോലെ ഗുണമയിയായ പ്രകൃതിയും അതിന്റെ ഉൽപ്പന്നങ്ങളും ഒരിക്കലും ഭഗവാന് തുല്യമല്ല. പ്രകൃതിയുടെ അഥവാ മായയുടെ മേൽ ആധിപത്യം സ്ഥാപിക്കാനുള്ള പ്രവണത ഭഗവാന്റെ ലക്ഷണമാക്കാൻ തരമില്ല. ഭഗവാൻ ഭൗതിക ലോകത്തിലേക്ക് ഇറങ്ങി വരുമ്പോൾ അവിടുന്ന് തന്റെ അതീന്ദ്രിയ പ്രകൃതത്തെ ഭൗതിക ഗുണങ്ങളാൽ ബാധിക്കപ്പെടാതെ നിലനിർത്തുന്നു. ആധ്യാത്മിക ഭൗതിക ലോകങ്ങളിലുടനീളം അവിടുന്ന് സദൈവ എല്ലാ ശക്തികളുടെയും നിയന്ത്രകനാണ്. മലിനപ്പെടാത്ത ആധ്യാത്മിക പ്രകൃതി എല്ലായ്പ്പോഴും അവിടുന്നിനുള്ളിൽ നിലനിൽക്കുന്നു. ഭഗവാൻ തന്റെ ലീലകൾക്ക് വേണ്ടി വിവിധ ഭാവങ്ങളിൽ ഭൗതിക ലോകത്തിൽ പ്രത്യക്ഷപ്പെടുകയും അപ്രത്യക്ഷനാവുകയും ചെയ്യുന്നു. എങ്കിലും അവിടുന്ന് ഭൗതിക പ്രത്യക്ഷങ്ങളുടെ ഉത്ഭവമാണ്. ഭൗതിക സൃഷ്ടിക്ക് പരമോന്നതനായ ഭഗവാനിൽ നിന്ന് വേറിട്ട് നിലനിൽക്കാനാവില്ല. എന്നാലും ഭഗവാൻ വിഷ്ണു ഭൗതിക പ്രകൃതിയുമായി ബന്ധമുണ്ടായിട്ടും പ്രകൃതിയുടെ സ്വാധീനത്തിന് കീഴിലാകുന്നില്ല. അവിടത്തെ ആദിമമായ സച്ചിദാനന്ദ രൂപം ഒരിക്കലും പ്രകൃതിയുടെ ത്രിഗുണങ്ങൾക്ക് വിധേയമാകുന്നില്ല. പരമോന്നതനായ ഭഗവാന്റെ അചിന്ത്യ ശക്തികളുടെ ഒരു പ്രത്യേക സവിശേഷതയാണിത്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു. ഇവിടെ പറയുന്നു ഭഗവാൻ സൃഷ്ടി, നമ്മൾ പറയുന്നു ഭഗവാൻ ഈ ഭൗതിക ലോകം മുഴുവനും അദ്ദേഹത്തിലെ റെസ്റ്റ് ചെയ്യുന്നു. മതഃ പരതരം ജ്ഞാന്യത് കിഞ്ചിത് അസ്തി ധനഞ്ജയ മയി സർവം ഇതം പ്രോത് സൂത്രമണിഗണൈവ. സോ ഭഗവാൻ തന്നെയാണ് സൃഷ്ടിക്കുന്നത്. എന്നാൽ അദ്ദേഹം ഭൗതിക ലോകത്തിലും അദ്ദേഹമില്ല. അതേപോലെ തന്നെ ഇല്ല എന്ന് ഉദ്ദേശിക്കുന്നത് അദ്ദേഹത്തിനെ ഇതൊന്നും ബാധിക്കുന്നില്ല. അദ്ദേഹം പരമാത്മാവായിട്ടും എല്ലാം ഉണ്ട്. പക്ഷേ ഇതൊന്നും ഇവിടെയുള്ളതൊന്നും അദ്ദേഹത്തിനെ തൊട്ട് തീണ്ടില്ല. ശ്രീല പ്രഭുപാദി അത് വിസ്തരിക്കുന്നു ഭാവാർത്ഥത്തിൽ. ഉദാഹരണം പറയുന്നു, മേഘത്തിൻ്റെയും ആകാശത്തിൻ്റെയും. മേഘവും ആകാശവും, മേഘം ചിലപ്പോൾ ആകാശത്തിൽ റെസ്റ്റ് ചെയ്യും. അതിൻ്റെ അർത്ഥം മേഘവും ആകാശവും ഒന്നാണെന്നുള്ളതല്ല. അതേപോലെ നമ്മൾ ഭൗതിക പ്രകൃതിയും ഭഗവാനും തമ്മിൽ വ്യത്യാസമുണ്ട്. എന്നാൽ ഇതെല്ലാം ഭഗവാനിൽ നിന്നാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ പോലും. അതേപോലെ പറയുന്നു ഭഗവാൻ നിർഗുണനാണ്. അതായത് ഭൗതിക ലോകത്തിലെ ഒന്നും അദ്ദേഹത്തെ ബാധിക്കില്ല എന്നുള്ളത് വീണ്ടും ശ്രീല പ്രഭുപാദി എടുത്തു പറയുന്നു. ഭഗവാന്റെ ഇച്ഛപ്രകാരം അദ്ദേഹം അവതരിക്കുന്നു. അവതരിച്ച ശേഷം അദ്ദേഹത്തിന് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് തിരിച്ചു പോകുന്നു. അങ്ങനെ ഒരുപാട് ലീലകൾ ചെയ്യുന്നു, അല്ലേ? ഇതെല്ലാം നടക്കുന്നുണ്ട്. ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കണം. ഭഗവാന്റെ അചിന്ത്യമായ ശക്തിയിലൂടെയാണ് ഇതെല്ലാം നടക്കുന്നത്. നമ്മുടെ ഒരു കൺസെപ്റ്റിൽ ഉൾക്കൊള്ളാൻ പറ്റുന്ന കാര്യങ്ങളല്ല പലതും. 90ാമത്തെ ശ്ലോകം. അചിന്ത്യ ഐശ്വര്യ ഏ ജാനിഹ അമാർ ഏത ഗീതാര അർത്ഥ കൈലപരചാര. ശ്ലോകം 1. അചിന്ത്യ ഐശ്വര്യ ഏ ജാനിഹ അമര ഏത ഗീതാര അർത്ഥ കൈലാപരചാര. അല്ലയോ അർജുന, ഇത് എന്റെ അചിന്ത്യ ശക്തിയാണെന്ന് നീ അറിയുക. ഭഗവത്ഗീതയിൽ ഭഗവാനാൽ പ്രചരിക്കപ്പെട്ട അർത്ഥം ഇതാണ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഭഗവാന്റെ അചിന്ത്യമായിട്ടുള്ള ശക്തികളെ കുറിച്ച് നമ്മൾ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്. ഭഗവാന്റെ പുരുഷോത്തമ യോഗം, അതേപോലെ ഒരുപാട് അധ്യായങ്ങൾ പറയുന്നുണ്ട്, അല്ലേ? ഭഗവാന്റെ ശക്തികളെ കുറിച്ച്, ഭഗവാന്റെ ഓപ്യുലൻസസ്, ഐശ്വര്യങ്ങളെ കുറിച്ച് ഒരുപാട് ഭഗവത്ഗീതയിൽ പ്രതിപാദിക്കുന്നുണ്ട്. സേയിത പുരുഷയാര അംശധാരേത നാമ ചൈതന്യേര സംഗേ സേ നിത്യാനന്ദ രാമ. ഓം നമോ ഭഗവതി വാസുദേവായ. സേയിത പുരുഷയാര അംശധാരേ നാമ ചൈതന്യേര സംഗേ സേ നിത്യാനന്ദ രാമ. വിവർത്തനം. ശ്രീ ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് കി ജയ്. ആ മഹാപുരുഷൻ, അതായത് കാരണദശക വിഷ്ണു, ശ്രീ ചൈതന്യന്റെ പ്രിയപ്പെട്ട സഹചരനായ നിത്യാനന്ദ ബലരാമന്റെ ഒരു സമഗ്ര അംശവിസ്തരണമായി അറിയപ്പെടുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പോൾ ഇവിടെ അവസാനം ശ്രീല കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി പറയുന്നു, നിത്യാനന്ദ പ്രഭു, മഹാവിഷ്ണു എന്ന് പറയുന്നത് നിത്യാനന്ദ പ്രഭുവിന്റെ അംശ അവതാരമാണ്. നിത്യാനന്ദ ബലറാം, മഹാപ്രഭുവിന്റെ പ്രിയപ്പെട്ട പാർഷദൻ ശ്രീ നിത്യാനന്ദ പ്രഭുവിന്റെ അംശാവതാരമാണ് മഹാപുരുഷനായിട്ടുള്ള കാരണ ഉദക സായി വിഷ്ണു. ഏത നവമ
ശ്ലോകേര അർത്ഥ വിവരണ ദശമ ശ്ലോകേര അർത്ഥ ശുനദീയമന. ഹരേ കൃഷ്ണ പ്രഭു. ഏത നവമ ശ്ലോകേര അർത്ഥ വിവരണ ദശമ ശ്ലോകേര അർത്ഥ ശുനദീയമന. വിവർത്തനം ബൈ ഹിസ് ഡിവൈൻ ഗ്രേസ് അഭയ ചരണാരവിന്ദ ഭക്തി വേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് കി ജയ്. ഞാൻ 9ാം ശ്ലോകം ഇപ്രകാരം വിശദീകരിച്ചു കഴിഞ്ഞു. ഇനി 10ാമത്തെ ശ്ലോകം വിശദീകരിക്കാം. ദയവായി അത്യന്തം ശ്രദ്ധയോടെ ശ്രവിക്കുക. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. 9ാമത്തെ ശ്ലോകത്തിന്റെ വിശദീകരണം ശ്രീലകൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി തന്നിരിക്കുന്നു. ഇനി അടുത്ത ശ്ലോകത്തിന്റെ 10ാമത്തെ ശ്ലോകത്തിന്റെ എക്സ്പ്ലനേഷനാണ് അടുത്ത ക്ലാസ്സിൽ നമ്മൾ കാണാൻ പോകുന്നതും അടുത്ത ശ്ലോകത്തിൽ കാണാൻ പോകുന്നതും. അതുകൊണ്ട് ശ്രദ്ധയോടുകൂടി കേൾക്കൂ എന്നാണ് പറയുന്നത്. ശ്രീലകൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി की जय, श्री चैतन्य चरितामृत की जय, जगत गुरु शिला प्रभुपाद की जय, गौड़ीय गुरु वृंद की जय, श्री रूप श्री सनातन भट्ट रघुनाथ श्री जीव गोपाल भट्टदास रघुनाथ की जय, समवेद गौर भक्त वृंद की जय. निताय गौर हरि बोल. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. 93ാമത്തെ ശ്ലോകം അടുത്ത ക്ലാസ്സിൽ ഭഗവാൻ കാരുണ്യം പഠിക്കാം. താങ്ക് യു.